വീഡിയോസിലും നിങ്ങളോട് പറയാറുണ്ട് സക്സസ് ആകണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാറുണ്ടോ എന്നാണ്. അപ്പം ഈ രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും ഈ ഒരു ലൈഫിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സക്സസ് ആവണം, അത് വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനും പറയുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിനേക്കാളേറെ ഞാൻ പറയാറുണ്ട് സ്മാർട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുകയാണല്ലാതെ നമ്മൾ ഒരുപാട് ഓടിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ലൈഫിന് ഒരു സക്സസ് ഉണ്ടാവണം എന്നുള്ളത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു പാഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഞാനിതിലിപ്പോൾ ചോദിച്ചു വരാൻ പോണ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ എൻഡിൽ ഇതിനുള്ളൊരു കമൻറ്റ് തരണേ എന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കാം മേ ബി. എപ്പോഴും എല്ലാവരും എല്ലാ സ്കൂളിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും പറയുന്ന ടോപ്പ് നല്ല ഫുൾ മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ ഹൈ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ കൂട്ടത്തിലാവുക ഇങ്ങനെയായിരിക്കും കേൾക്കുക അല്ലേ. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ഞാനിപ്പം എൻ്റെ അമ്മ പ്രോഗ്രസ് കാർഡിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സും ഏകദേശം ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ പാരന്റ്സിനോട് പറയുന്ന ഒരു വേർഡാണ്, ഇവൾ വിചാരിച്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇവൾ പഠിച്ചിട്ടുണ്ടായാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും, ഇവൾ വിചാരിക്കാത്തോണ്ടാ എന്നുള്ളൊരു ഡയലോഗ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രഷർ, ഇപ്പൊ പഠിക്കാനൊരു കുട്ടിയുടെ ആണെങ്കിൽ പറയും പഠിക്കണേ ഇല്ല എന്ന് പറയും. പക്ഷെ ഒരു ആവറേജ് സ്റ്റുഡൻസിന്റെ ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും പാരന്റ്സ് കണ്ട് നമ്മളടുത്ത് പറയാം നന്നായിട്ട് പഠിക്കും, നിന്നെ കൂടെ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യിട്ടാ ടീച്ചർ ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. അതേപോലെ നമ്മളുടെ ഉള്ളിൽ തോന്നുന്നു ആ ഒരു പ്രായം നമ്മുടെ അതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്നു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ചാൽ അത് നടക്കും, ഞാൻ വിചാരിക്കാത്തത് കൊണ്ടാണ് അതെനിക്ക് ഇങ്ങനെ ആയിപ്പോണേ എന്നുള്ളത് തോന്നുന്നത് നമുക്കുണ്ടാവും. കാരണം പഠിക്കണം എന്ന് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് റീസണിന്റെ പേരിലായിരിക്കാം ആവറേജ് മാർക്കിലേക്ക് എത്തുന്നുണ്ടാവുക. പല റീസൺസ് ഉണ്ടാവാം പലർക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. എത്ര പഠിച്ചു കഴിഞ്ഞാലും എക്സാം ഫെയർ ഉണ്ട്, അതേപോലെ ഒരുപാട് ഫിയേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ പല കാര്യങ്ങളും മറന്നു പോവുക അല്ലെങ്കിൽ സ്റ്റക്കായി പോവുക, ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ ആലോചിക്കും എന്തൊരു ലൈഫായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ എന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ആവറേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഇങ്ങനെ ഓടും. അവര് ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്ന അവർ പരിശ്രമിക്കുന്ന പോലെ എനിക്കൊന്ന് ടോപ്പ് സ്റ്റുഡൻസും പരിശ്രമിക്കില്ല, തീരെ മാർക്ക് വാങ്ങാത്ത കുഞ്ഞുങ്ങളും പരിശ്രമിക്കില്ല. ആവറേജ് സ്റ്റുഡൻസ് പരിശ്രമിക്കും. ഇങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളാണെങ്കിലും പാരന്റ്സിന്റെ ഭാഗത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. നമ്മൾ സ്റ്റുഡൻസിനെ മാത്രം എടുക്കണ്ട കേട്ടോ. ഈ ഒരു ലെവലിൽ നിൽക്കുന്ന നമ്മളൊരു ജോബിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എല്ലാം അവർക്കൊരു സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പം അവരെല്ലാവരും ഹാർഡ് വർക്കിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. അവർ ഒരു കാര്യത്തിലേക്ക് എത്താൻ നന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഏകദേശം എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര റെഗുലറായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഫുള്ളി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. എന്താ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ കേൾക്കാം, അവനും നല്ല മാർക്കാണ്, അവൻ കുറച്ചു നേരം പഠിക്കുള്ളൂ, എന്നാലും അവൻ മാർക്ക്, പക്ഷെ ഇവളിങ്ങനെ രാവും പകലില്ലാതെ പഠിക്കും, എന്നാലും ഇവൾക്ക് മാർക്ക് കാണില്ല എന്നുള്ളത് ശരിയാണ്. ഈ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രഷറാണ്. അവർക്ക് ഇതിങ്ങനെ കേൾക്കുന്നുണ്ടാവും, ഇങ്ങനെ പഠിക്കുക എന്നുള്ളത്. അവരുടെ ഉള്ളിലും ആ ഒരു തോന്നലുണ്ടാവും. കാരണം എന്നെ കൂടെ പറ്റും, ഐ വിൽ ഡു, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുമാണ്. നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് പഠിക്കും. ഇങ്ങനെ പഠിച്ച് നമ്മളൊരു റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ പേജിലെത്തുമ്പോഴാണ് ആദ്യം എഴുതിയത് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് ചിലപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെയും അത് ആലോചിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മളെക്കാൾ പറ്റുന്നതിനും ഉപരിയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കാരണം നമ്മൾക്ക് അത് എത്തണം, നമ്മളിനി ഇതൊരിക്കലും കേൾക്കാൻ ഇടവരുത്തത് എന്നുള്ളൊരു തോന്നൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അല്ലേ. ലൈഫിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതാണ്, ഞാൻ വർക്ക് ഹാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിലായിരുന്നു. കാരണം എൻ്റെ ഇഷ്ടങ്ങളിലേക്കായിരുന്നു എൻ്റെ വർക്കിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിംഗ് പോകേണ്ടിയിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ പഠിക്കുന്ന സബ്ജക്റ്റുകളിലേക്കും അതിനേക്കാൾ ഉപരി എൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതിലേക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും. കാരണം ഡ്രോയിങ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എല്ലായിടത്തും എന്തൊക്കെയല്ലോ ഉണ്ടെങ്കിൽ പോലും എൻ്റെ സ്റ്റേക്ക് പോയുള്ളതും ഈ എഡ്യൂക്കേഷനിലാണ്. കാരണം ആവറേജ് സ്റ്റുഡൻസിന് അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും അറിയാത്തതിന്റെ പേരിലായിരിക്കില്ല, എന്തെങ്കിലും സിറ്റുവേഷൻസിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പോഴും എനിക്കിത് കാണുന്ന ഇപ്പോഴും ചിലപ്പോൾ ജോബ് ഇതുപോലെ ഇന്റർവ്യൂസ് ഒരുപാട് പോകുന്നുണ്ടാവും. പക്ഷേ
ഈ ഒരു ലെവലിലായിരിക്കും. കാരണം നമുക്ക് സ്ട്രെസ്സും ആ ഒരു ഇത് സംഭവിക്കുമോ നടക്കുമോ, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും, ആൻസേഴ്സ് എങ്ങനെയായിരിക്കും, എനിക്ക് ആലോചിച്ച് വീട്ടിലിരുന്ന് ഒരുപാട് പഠിച്ചിട്ടാണ് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. നമുക്കത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. കാരണം ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും മനസ്സിലൊരു സംഭവത്തിലേക്ക് നമുക്ക് എത്തണം, സക്സസ് ആവണം, ഭയങ്കര എല്ലാവരും ഫസ്റ്റ് ആവണം, വിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കാറ്റഗറിയിലേക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താ പറയുക, ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത്, പറഞ്ഞില്ല നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിംഗ് ആയാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ ഇതൊക്കെ ലൈഫിലുണ്ട് കേട്ടോ. അപ്പൊ ഈ ടീച്ചേഴ്സൊക്കെ നമ്മുടെയൊക്കെ അതൊക്കെ ടീച്ചേഴ്സൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇന്നാണ് കുട്ടികളെ അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കാരണങ്ങൾ. അപ്പൊ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ പാടാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് സ്റ്റുഡൻസ് ആകുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പറയും ഈ തുള്ളൊന്നും ഇതാക്കുന്ന നേരത്ത് കുറച്ചും കൂടെ പഠിക്കുക, അന്നത്തെ എനിക്ക് കുറച്ചും കൂടെ ലെവലിലേക്ക് എത്താലോ എന്നുള്ളത്. അവർക്ക് പാസ്സായി പോരാ, ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു കാറ്റഗറീസ് ആൾക്കാർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആ ഒരു ലെവലിൽ എത്തിയിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഇപ്പം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ പിന്നെ തീരെ ഒന്നും പറയില്ല, എന്തെങ്കിലും ആക്ക് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. ഏത് രീതിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു ലെവലിലാണ് ആൾക്കാർ കാണുക. അപ്പൊ നമ്മളുടെ ടാലൻസ് ഒന്നും നമുക്ക് ആരോടും പറയാനും തോന്നൂല, അല്ലെങ്കിൽ ചെയ്യാനും പറ്റൂല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കാണുന്ന ഇതുപോലെ ഇപ്പൊ തുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്താണോ മനസ്സാഗ്രഹിക്കുന്നത്, ചെയ്യണം എന്ന് തോന്നുന്ന അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഓൺ യുവർ സെൽഫ്, നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ ലോകം പറയുന്ന പോലെ ഫസ്റ്റ് ആവണം, അവിടെ വിജയിക്കണം, ആടെ ജയിക്കണം, സക്സസ് ആവണം എന്നുള്ള രീതിയിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം കേട്ടോ. ചെറിയ പ്രായത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടിരിക്കുന്നവർ ആരായിക്കോട്ടെ, ആ വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, എന്താന്ന് പഠിച്ചൂടെ നല്ലോണം എന്നുള്ളത്. അപ്പം എൻ്റെ വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതിന് മാത്രം മാർക്ക് ഓർമ്മൊന്നുമില്ല. അതെ, ടോപ്പിലൊന്നും അല്ല ഉള്ളത്. ടോപ്പിലല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പൊ ടോപ്പിലല്ലെങ്കിൽ പോലും ഈ എല്ലാ ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുന്നതാണോ? എല്ലാ ഡോക്ടേഴ്സും ടോപ്പ് മാർക്ക് വാങ്ങിയതാണോ? എല്ലാ എഞ്ചിനീയേഴ്സും ടോപ്പ് മാർക്ക് വാങ്ങിയത്? അല്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും. അല്ല തീരെ ഒരു സീറോ മേടിച്ചിരിക്കുന്ന പോലത്തെ വർത്തനാണ് ചില ആൾക്കാർ വന്നിട്ട് നമ്മളത് പറയാം, എന്താണ് നല്ലോണം പഠിച്ചൂടെ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ലൈഫിൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ലൈഫിൽ ഒരു കാര്യം ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കുന്നത് പറയുന്നത് എല്ലാം ഒരേ ഒരു പാറ്റേൺ അല്ല. അല്ലെങ്കിൽ നന്നായി പഠിച്ച് നല്ലൊരു ഇതിൽ അല്ല. ഇപ്പം ഒരു ഡോക്ടർ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, അതേപോലെ സാധാരണ നോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾ ബിസിനസ് നടത്തി അത്രയും സമ്പാദിക്കുന്നുണ്ട്. എനിക്ക് ഈ സാധാരണ ഒരു എന്താ പറയാ, ഒരു IT മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് പൈസ സാധാരണ ഒരു ലെവലിൽ പൈസ വാങ്ങുന്ന അതേപോലത്തെ ഒരു നല്ലൊരു കാർപ്പൻറ്ററും അല്ലെങ്കിൽ ഒരു പോളിഷറും അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്നുണ്ട്. അവരൊക്കെ വാങ്ങുന്ന അവരുടെ കൂലി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പം ഒന്നിനും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ലൈഫിൽ ഒന്നിനും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ പഠിച്ച് ആ ഒരു ലെവലിൽ എത്തി മാത്രമേ നമുക്ക് ഇതൊക്കെ നേടാൻ പറ്റൂ ഒന്നുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫിനുള്ളിൽ നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പഠിക്കാൻ കഴിവില്ലേ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇതേപോലെ എൻ്റെ കൂടെ പഠിച്ച ആളുണ്ട് കേട്ടോ, അയാൾക്ക് മറ്റേ വെൽഡിങ് ഇല്ലേ, അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് അവന് അത് മതി. അവന്റെ അമ്മ പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാണ്ട് അവനിപ്പോ നല്ലൊരു വർക്കറാണ്. അതൊക്കെ ലൈഫിൽ നമുക്ക് എന്താണോ നമ്മളുടെ സെൽഫിൽ വർക്ക് ചെയ്യാൻ ഫീൽ ചെയ്യുന്ന ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ലോകം പറയുന്നത് പോലെ ഓടാനും ചാടാനും നിന്ന് കഴിഞ്ഞാൽ ബിഗ് സീറോ ആയിട്ട് ഇരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഫാമിലീസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം എൻ്റെ ലൈഫ് ഇവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് ലൈഫ് നമ്മളിപ്പോൾ ചിലപ്പം ഡോക്ടർ ആയിട്ടുണ്ടാവും, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ടാവും, പക്ഷെ ബാക്കി കുറേ സ്ഥലങ്ങളിൽ ബിഗ് സീറോ അല്ലെങ്കിൽ ഭയങ്കര മൈനസ് ആയി ഭയങ്കര ലോ ആയിട്ടിരിക്കുകയാണ്. അപ്പം ആ ഭാഗത്ത് അവർക്ക് കരയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നേടിയെടുത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ലൈഫിൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി ഇപ്പോൾ കുറേ ജേണി പറഞ്ഞില്ലേ. അപ്പം ഞാൻ എൻ്റെ ഫാമിലീസിനടുത്ത് അല്ലെങ്കിൽ എൻ്റെ നെബേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജിതിനെ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അധികം സംസാരിക്കില്ല, അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് സംസാരിക്കും. അതേപോലെ തന്നെ മിററിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും. ചിലപ്പം 2 ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കും. കാരണം എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സ്റ്റക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുകയാണ് ഞാനത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പല റീസൺസ് കാരണം. പിന്നെ തുടങ്ങിയത് ഈ ഒരു ചാനൽ. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ, എനിക്ക് സംസാരിക്കണം തോന്നുന്ന ടോപ്പിക്കുകൾ, അതേപോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രമാണ് പറയാറ്. അതിൽ ശരികളുണ്ടാവും തെറ്റുകളുണ്ടാവും. എൻ്റെ ശരികളൊന്നും നിങ്ങളുടെ ശരികളാവണമെന്നില്ല, നിങ്ങൾക്ക് തെറ്റാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനത് നിങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ആ കുട്ടി ഇങ്ങനെയാണ്, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഭയങ്കര ബാഡ് ആയിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതൊരു കുഞ്ഞു റിക്വസ്റ്റ് ആട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടാവും, ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ പാരൻസ് പറയുന്ന അല്ലെങ്കിൽ ലോകം പറയുന്നതിൻ്റെ കൂടെ ഓടും. ശരിയാണ്, എല്ലാവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പലപ്പോഴും നമ്മുടെ അവസ്ഥയാണ് എല്ലാത്തിൻ്റെ പക്ഷേ പിന്നിൽ ഓടാന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കൂടെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഒരു പക്ഷേ ഈ ലോകത്തിന് വേണ്ടി ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ഓടുന്നുണ്ടെങ്കിലും അതിൽ 1% അല്ലെങ്കിൽ ഒരു 10% നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഇച്ചിരിയെങ്കിലും ഹാപ്പിനെസ് കാണാൻ പറ്റുക. ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഭാരപ്പെട്ടതിൻ്റെ പേരിൽ അത് കൂടാനോ കുറയാനോ പോകുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ എത്ര തലപോയിച്ചാലും അതിൽ നിങ്ങൾക്ക് ഈ ഒരു പെർസെൻറ്റേജിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വീണ് ചത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലിൽ പോകാം. നിങ്ങളുടെ മൈൻഡിനെ അതിനായിട്ട് സ്ട്രോങ് ആക്കാം. അതേപോലെ ഇന്റർവ്യൂസിന് പോകുന്നുണ്ടാവും, അത് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും പോകണ്ടാവും. അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോവാം. ഇറ്റ്സ് ഓക്കെ. ഈ ജോബ് അല്ലെങ്കിൽ അടുത്ത ജോബ്, ഈ ലോകത്ത് ഒരുപാട് ജോബുകളുണ്ട്. നിങ്ങൾ അങ്ങനെ പോയി എക്സ്പീരിയൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മാറൂട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കാത്ത ഒരാളാണ്, പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ഏജിൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഏജ് ബേസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടേഴ്സ് മാറും. അതേപോലെ നമ്മുടെ ധൈര്യം, നമ്മുടെ ആ ഒരു ഫിയർ ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടോ. ഒന്നും എവിടെയും സ്റ്റക്ക് ചെയ്ത് നിൽക്കില്ല. അതുപോലെ തന്നെയാണ് സക്സസും. ഒരാൾക്ക് ഇപ്പോൾ നല്ല സക്സസ് ആണെങ്കിൽ നാളെ ഫെയിലർ ആവാം. ഇപ്പോൾ ഫെയിലർ ആണെങ്കിൽ നാളെ സക്സസ് ആവാം. ലൈഫിൽ ഒന്നും എവിടെയും സ്റ്റക്കിങ് അല്ല. എല്ലാവരുടെ ലൈഫിലേക്കും എല്ലാം കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വർക്ക് ഓൺ യുവർ സെൽഫ് ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഞാൻ എൻ്റെ സെൽഫിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ചൊക്കെ കാണാറുണ്ട്. അതുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും നിങ്ങളുടെ ലൈഫിന് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ.